ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എസ് ജെ സോഷ്യോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA സോഷ്യോളജി ഫസ്റ്റ് സെമിസ്റ്റർ പേപ്പറായ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2025 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് കാണുക, അതിലൂടെ അതും അതിൻ്റെ ആൻസേഴ്സും വെച്ചൊന്ന് പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 വർഷത്തിലധികം ഒരു BA സോഷ്യോളജി പഠിപ്പിച്ച ഒരു അധ്യാപിക എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോടൊപ്പം എങ്ങനെ നമ്മൾ ഹൈ മാർക്സ് സ്കോർ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഒരു ഡിഗ്രി എക്സാം എഴുതുന്നത്. അപ്പോൾ എങ്ങനെ എക്സാം എഴുതണം, അത് എങ്ങനെ ഹൈ മാർക്സ് സ്കോർ ചെയ്യാം എന്നതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് 4 സെക്ഷനാണ് ഉള്ളത്. സെക്ഷൻ A, B, C ആൻഡ് D. അപ്പോൾ ഇന്ന് നമ്മൾ സെക്ഷൻ A ആൻഡ് B ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം ഒരുമിച്ച് വരുമ്പോൾ ലെങ്തി ആയിപ്പോവും. അപ്പം സെക്ഷൻ A ആൻഡ് B. സെക്ഷൻ A എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ B എന്ന് പറയുന്നത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ആൻസർ എനി 8 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ വേർഡ് ഓർ സെൻറ്റൻസ്. ഒരു വാക്കിലോ അല്ലെങ്കിൽ സെൻറ്റൻസിലോ താഴെ തന്നിരിക്കുന്ന 8 ചോദ്യങ്ങളിൽ 10 ചോദ്യങ്ങളിൽ 8 എണ്ണം എഴുതുക. 10 എണ്ണം തരും, 8 എണ്ണം എഴുതിയാൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. 1 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ആൻസർ ടു ദി പോയിന്റ് എഴുതിയാൽ മതി. ഒന്നുകിൽ 1 വേർഡ് അല്ലെങ്കിൽ 1 സെൻറ്റൻസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ സോഷ്യൽ ചേഞ്ച്. എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലേ? സാമൂഹിക മാറ്റം. അതായത് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. പക്ഷെ ഒരു സോഷ്യോളജി സ്റ്റുഡൻറ് എഴുതുമ്പോൾ അതൊന്നുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കണം. അതായത് സാമൂഹിക ഘടനയിലോ സാമൂഹിക സ്ഥാപനത്തിലോ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സോഷ്യൽ ചേഞ്ച് അഥവാ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൈൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുക, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക. ഇപ്പം ഞാൻ പറഞ്ഞത് M.E. ജോൺസിൻ്റെ ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ എഴുതുകയാണെങ്കിൽ ഇൻവേർട്ടഡ് കോമയിൽ എഴുതുക, പേരും കൂടെ എഴുതുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, സെക്കൻഡ് വൺ ഇവിടെയാണ് എഴുതുള്ളത്. വാട്ട് ഈസ് വെർട്ടിക്കൽ മൊബിലിറ്റി? എന്താണ് ഈ വെർട്ടിക്കൽ എന്ന് പറയുന്ന മീനിങ്? വെർട്ടിക്കൽ എന്ന് പറയുന്നത് ലംബതലത്തിൽ, അതായത് ഈ ഒരു രേഖയിൽ ഇങ്ങനെ വരുന്നത്, ഇങ്ങോട്ടിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ. അപ്പോൾ വെർട്ടിക്കൽ എന്ന് പറയുന്നത് ലംബതലത്തിലാണ്. അപ്പോൾ മൊബിലിറ്റി എന്ന് പറയുന്നതും ചലനക്ഷമതയാണ്. അപ്പോൾ മൊബിലിറ്റി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ മൊബിലിറ്റിയിലോട്ട് പോകാം. അപ്പോൾ മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പദവിക്ക് മുകളിലോട്ടോ താഴേക്കോ മാറ്റം സംഭവിക്കാം. ഒരു സാമൂഹ്യ ശ്രേണിയിൽ മുകളിലേക്കോ താഴേക്കോ മാറ്റം സംഭവിക്കാം. അതിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. മുകളിലേക്കോ താഴേക്കോ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഒരു വ്യക്തിക്ക് സമൂഹത്തിലെ തൻ്റെ പദവിയിൽ മാറ്റം സംഭവിക്കാം. ആ ഒരു ചലനം സംഭവിക്കാം. ആ ഒരു ചലനത്തെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ മൊബിലിറ്റി എന്താണെന്ന് നോക്കാം. അതായത് ഒരു സമൂഹത്തെ വിവിധ മാനദണ്ഡം അനുസരിച്ച്, അതായത് വരുമാനത്തിനനുസരിച്ചിട്ട്, വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജാതി ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിവിധ തട്ടുകളായിട്ട് അല്ലെങ്കിൽ ശ്രേണിയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? സാമൂഹ്യ ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഒരു ഒറ്റ സെൻറ്റൻസിൽ എഴുതണ്ടു. അപ്പോൾ വെർട്ടിക്കൽ മൊബിലിറ്റി ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ വെർട്ടിക്കൽ മൊബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഒരു വ്യക്തിയുടെ, അതായത് സമൂഹത്തിലെ ഒരു സാമൂഹ്യ ശ്രേണിയിൽ ഒരു വ്യക്തിയുടെ പദവിയിൽ മുകളിലേട്ടോ താഴോട്ടോ ചലനം സംഭവിക്കുന്നു. ഈ ഒരു ചലനത്തെയാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ മൊബിലിറ്റിക്ക് ഒരു എക്സാമ്പിൾ, ഒരു ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു.
എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വ്യക്തിയുടെ പദവിക്ക് എന്ത് വന്നു? മുകളിലേക്ക് സ്ഥാനം മാറി. അപ്പോൾ അത് വെർട്ടിക്കൽ ആണെങ്കിലും അത് അപ്വേർഡായിട്ട് മാറി. നെക്സ്റ്റ് രണ്ടാമത്തത് പറയുന്നത് ഒരു ഇൻകത്തിൽ വരുമാനത്തിൽ മാറ്റം വരുന്നു. അതായത് ഒരു അപ്പർ ക്ലാസ്സിൽ ഉയർന്ന വർഗത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ബിസിനസ്സൊക്കെ പൊട്ടിപ്പോവുകയാണെങ്കിൽ എന്താണ്? അയാളുടെ വരുമാനം താഴ്ന്നു പോകും. അപ്പോൾ എന്തായി? ആ വ്യക്തി അപ്പർ ക്ലാസ്സിൽ നിന്ന് ലോവർ ക്ലാസ്സിലോട്ട് മാറി. അതെന്താണ്? താഴോട്ടേക്ക് വന്നു. ഇതാണ് പറഞ്ഞത് വെർട്ടിക്കൽ മൊബിലിറ്റി. ഒരു വ്യക്തി തൻ്റെ ഒരു സമൂഹത്തിൻ്റെ സാമൂഹ്യ ശ്രേണിയിൽ ഒരു വ്യക്തിയുടെ പദവിക്ക് മുകളിലോട്ടോ താഴോട്ടോ മാറ്റം സംഭവിക്കാം. മുകളിലോട്ടോ താഴേക്കോ ചലനം സംഭവിക്കാം. ഇത്തരം ചലനത്തെയാണ് അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെയാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരൊറ്റ വാചകത്തിൽ എഴുതിയാൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഫീലിംഗ് ദാറ്റ് വൺസ് ഓൺ കൾച്ചർ ഈസ് സുപ്പീരിയർ ടു അതർ ഈസ് കോൾഡ്. അതായത് ഒരു വ്യക്തിക്ക് തൻ്റെ സംസ്കാരമാണ് മറ്റ് സംസ്കാരത്തെക്കാളും ഉത്കൃഷ്ടം അല്ലെങ്കിൽ സുപ്പീരിയർ എന്ന് തോന്നുന്ന ആ ഒരു വികാരം എന്താണ്? അതിനാണ് പറയുന്നത് എത്നോസെൻട്രിസം. കൾച്ചർ എന്നുള്ള ആ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്നോസെൻട്രിസം അതാണ് അതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് പറയുന്നത് നാലാമത്തത് ഡിഫൈൻ ഡീവിയൻസ്. ഡീവിയൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വേർഡ് മീനിങ് എന്താണ്? ഡീവിയൻസ് എന്ന് പറയുന്നത് വ്യതിചലിക്കുക അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു വ്യതിയാനം സംഭവിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? സാമൂഹിക വ്യതിയാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഡീവിയൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം സമൂഹത്തിൽ ഓരോ സമൂഹത്തിലും എന്താണ് അവരുടേതായ മൂല്യങ്ങളുണ്ട്, മാനദണ്ഡങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് മനുഷ്യർ പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ സമൂഹത്തിലെ വ്യക്തികൾ ഈ സമൂഹത്തിൽ പാലിക്കപ്പെടേണ്ട മൂല്യങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇത്തരം പാലിക്കപ്പെടേണ്ട മൂല്യങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നു. ഈ ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഡീവിയൻസ്, സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെറും ഡീവിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നമുക്ക് നോക്കാം. തെഫ്റ്റ് എന്താണ്? കളവ് ചെയ്യുക. അത് കളവ് ചെയ്യാൻ ഒരു സമൂഹവും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അതെന്താണ്? അത് ഒരു ഡീവിയൻസ് ആണ്. രണ്ടാമത്തേത് ട്രാഫിക് റൂൾസ്. ട്രാഫിക് റൂൾസ് നമ്മൾ പാലിക്കപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ ട്രാഫിക് റൂൾസ് ലംഘിക്കുകയാണെങ്കിൽ അതും ഒരു ഡീവിയൻസിന് ഉദാഹരണമാണ്. പിന്നെ കുറച്ചുകൂടി ഉയർന്ന തരത്തിലുള്ളത് പറയുന്നത് ക്രൈം, കുറ്റകൃത്യങ്ങൾ, അതും ഡീവിയൻസിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഡീവിയൻസിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? തെഫ്റ്റ് എഴുതുക, കളവ് ചെയ്യുന്നത്, കളവ്. പിന്നെ അതേപോലെ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുക. മൂന്നാമത്തത് ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ. എക്സാമ്പിൾ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ എഴുതാം. നെക്സ്റ്റ് പറയുന്നത് അഞ്ചാമത്തത് വാട്ട് ഈസ് ഹൈപ്പോഗമി. ഹൈപ്പോഗമി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോഗമി ആൻഡ് ഹൈപ്പർഗമി അല്ലേ? എന്താണ്? ഫോംസ് ഓഫ് മാരേജ് ആണ്. ഫോംസ് ഓഫ് മാരേജിൽ എന്താണ് ഈ ഹൈപ്പോ ആൻഡ് ഹൈപ്പർ? അതിൻ്റെ വേർഡ് മീനിങ് നോക്കിയാൽ നമുക്ക് ഓർമ്മ വരും. പലപ്പോഴും ആൻസർ പേപ്പർ നോക്കുന്ന സമയത്ത് കുട്ടികൾ ഇത് മാറി എഴുതി പോകുന്ന ഒന്നാണ്. ഹൈപ്പോ എന്ന് പറയുന്നത് താഴെയാണ്, താഴെ എന്നുള്ള അല്ലെങ്കിൽ കുറവ് എന്നുള്ള അർത്ഥമാണ്. ഹൈപ്പർ എന്ന് പറയുന്നത് മുകളിൽ, അധികം, ഉയർന്നത് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉയർന്ന BP ആണ്, ഉയർന്ന ബ്ലഡ് പ്രഷർ ഉള്ളതാണ്. അപ്പോൾ ഹൈപ്പർ ഉയർന്നതാണ്. അപ്പോൾ അതിൻ്റെ നേരെ വിപരീതമാണ് ഹൈപ്പോടെൻഷൻ, ഹൈപ്പോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോഗമി എന്താണ്? ഏത് ടൈപ്പ് ഓഫ് മാരേജ് ആണ് നോക്കാം. അതായത് ഹൈപ്പോ എന്ന് പറയുന്നത് എന്താണ്? താഴെ എന്നാണ് മീനിങ്, അല്ലെങ്കിൽ കുറവ് എന്നുള്ളത്. അപ്പോൾ ഉയർന്ന ജാതിയിലുള്ള ഒരു സ്ത്രീ താഴ്ന്ന ജാതിയിലുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായത്തെയാണ്
ഹൈപ്പോഗമി എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ വിപരീതമാണ് ഹൈപ്പർഗമി എന്ന് പറയുന്നത്. അതായത് താഴ്ന്ന ജാതിയിലുള്ള ഒരു സ്ത്രീ ഉയർന്ന ജാതിയിലുള്ള പുരുഷനെ വിവാഹം കഴിക്കുക. ഹൈപ്പർ, ഉയർന്ന ജാതിയിലുള്ള പുരുഷനെ വിവാഹം കഴിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം എനി 2 കിൻഷിപ്പ് യൂസേജസ്. കിൻഷിപ്പ് യൂസേജസ് അത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഞാൻ കണ്ടു, അത് എന്തോ പ്രിൻറ്റിങ് മിസ്റ്റേക്സ് എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കിൻഷിപ്പ് യൂസേജസ് എന്താണ്? സാധാരണ അതായത് ബന്ധുത്വ ഉപയോഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബന്ധുക്കൾ തമ്മിലുള്ള പെരുമാറ്റത്തിൻ്റെയും ഇടപെടലിൻ്റെയും ചില പ്രത്യേകമായ രീതികളെയാണ് എന്ത് പറയുന്നത്? കിൻഷിപ്പ് യൂസേജസ് എന്ന് പറയുന്നത്. ആളുകൾ തമ്മിൽ ഇടപെടുന്നത്, ഇൻറ്ററാക്ട് ചെയ്യുന്നതിനുള്ള ചില പ്രത്യേകമായ രീതികൾ. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇതിൽ 5 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 എണ്ണം ചോദിച്ചത്. ഒന്നുകിൽ നിങ്ങൾക്ക് ജോക്കിംഗ് റിലേഷൻഷിപ്പ് എഴുതാം, ടെക്നോണമി, അവൻകുലേറ്റ്, അമിറ്റേറ്റ്, കൗവെയിൽ. കിൻഷിപ്പ് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 എണ്ണം ഏതെങ്കിലും എഴുതിയാൽ മതി. അവോയ്ഡൻസ് എന്നുള്ള ഒരു കിൻഷിപ്പ് യൂസേജസ് കൂടെയുണ്ട്. അപ്പോൾ യൂസേജസ് ചോദിക്കുകയാണെങ്കിൽ ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ ഇത് ഓരോന്നും വ്യക്തമായിട്ട് എഴുതിക്കൊള്ളുക. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിളാണ്, ജസ്റ്റ് 2 എണ്ണം പേര് പറയാനേ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഡിഫൈൻ സോഷ്യൽ റോള്. എന്താണ് റോള്? സ്റ്റാറ്റസ് ആൻഡ് റോള് അല്ലേ, പദവിയും പങ്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ വ്യക്തികൾക്കും എന്താണ് സമൂഹത്തിൽ വ്യത്യസ്തമായ പങ്കുണ്ട് അല്ലെങ്കിൽ റോളുണ്ട്. ഈ റോൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ റോളുകളുണ്ട്. അപ്പോൾ റോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി നിർവഹിക്കേണ്ട ചുമതലകളാണ്, അല്ലെങ്കിൽ ചില ഡ്യൂട്ടീസ് ആണ് പറയുന്നത്, നിർവഹിക്കേണ്ട ചുമതലകളാണ്. അപ്പോൾ നമുക്ക് എന്താണ് റോൾ എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ എഴുതണമെങ്കിൽ പറയാം. നമുക്കറിയാം, നമ്മൾ ഇപ്പം ഞാനൊരു ടീച്ചറാണെങ്കിൽ എൻ്റെ റോള് വേറെ വ്യത്യസ്തമാണ്. വ്യത്യസ്ത ചുമതലകളുണ്ട്. നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് കുറേ റോൾസ് ഉണ്ടായിരിക്കും, കുറേ ചുമതലകൾ. ആസ് എ ഡോട്ടർ അല്ലെങ്കിൽ ആസ് എ സൺ കുറേ ചുമതലകളുണ്ടാവും. അതാണ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ റോൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഒരു വ്യക്തിക്ക് ഒരു ഗ്രൂപ്പിലെ ഒരു പ്രത്യേക സ്ഥാനവുമായി ബന്ധപ്പെട്ട ചുമതലകളും പെരുമാറ്റ രീതികളുമാണ്. അപ്പോൾ ഒരു വ്യക്തി പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ വ്യക്തി നിർവഹിക്കേണ്ട ചുമതലകളെയാണ് റോൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി നിർവഹിക്കേണ്ട ചുമതലയാണ് അത്. ചിലപ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പിലാവാം. മനസ്സിലായില്ലേ? അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദി ഫസ്റ്റ് നെയിം ഗിവൺ ടു സോഷ്യോളജി ബൈ അഗസ്റ്റ് കോംറ്റെ? അഗസ്റ്റ് കോംറ്റെ സോഷ്യോളജിക്ക് ആദ്യം നൽകിയ പേരെന്താണ്? സോഷ്യൽ ഫിസിക്സ് എന്നാണ് അഗസ്റ്റ് കോംറ്റെ സോഷ്യോളജിക്ക് ആദ്യം നൽകിയത്. നെക്സ്റ്റ് പറയുന്നത്, അപ്പോൾ 8 എണ്ണം കഴിഞ്ഞു. നെക്സ്റ്റ് 9th വൺ പറയുന്നത് നെയിം ദി പ്രോസസ് ത്രൂ വിച്ച് ഇൻഡിവിജ്വൽസ് ഇന്റേണലൈസ് ദി നോംസ്, വാല്യൂസ് ആൻഡ് ബിഹേവിയർ ഓഫ് സൊസൈറ്റി. അതായത് ഒരു വ്യക്തി ആ ഒരു സമൂഹത്തിൻ്റെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും പെരുമാറ്റ രീതികളും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അന്തർലീനമാക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയും. സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് ഒരു ജനിച്ചു വീണ കുഞ്ഞ് തൻ്റെ സമൂഹത്തിലുള്ള സമൂഹത്തിലെ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ മനസ്സിലാക്കി ഒരു സാമൂഹ്യ ജീവിയായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ സോഷ്യലൈസേഷനാണ്. നെക്സ്റ്റ് പറയുന്നത് 10th വണ്ണാണ്. ഡിഫൈൻ പ്രൈമറി കിൻ. എന്താണ് പ്രൈമറി കിൻ? കിൻ എന്ന് പറയുന്നത് എന്താണ്? ബന്ധു, റിലേറ്റീവിനെയാണ് കിൻ എന്ന് പറയുന്നത്. അപ്പം പ്രൈമറി എന്ന് പറയുന്നത് പ്രാഥമികം അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരെയാണ്
പ്രൈമറി കിൻ എന്ന് പറയുന്നത്. സാധാരണയായി ഈ ഒരു പ്രൈമറി കിൻ എന്താണ്? രക്തബന്ധം ഉള്ളവരായിരിക്കും. അപ്പോൾ ഏതൊക്കെ ബന്ധങ്ങൾ വരും? ഒരു വ്യക്തിയെ സംബന്ധിച്ച് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി ഇവരൊക്കെ എന്താണ്? പ്രൈമറി കിന്നാണ്. അതിനു പുറമെ രക്തബന്ധം ഇല്ലെങ്കിലും ഭാര്യ ഭർത്താവ് അവരും എന്താണ്? പ്രൈമറി കിന്നിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, 8 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ അത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ പറയുന്നത് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻസർ എനി 6 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 sentences. 2 or 3 വാചകത്തിൽ ഉത്തരം എഴുതുക. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 marks. 2 മാർക്കായിരിക്കും ഓരോ ക്വസ്റ്റ്യനും. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ ബിയിലെ 11th ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്? സോഷ്യൽ കൺട്രോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സമൂഹത്തിൽ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും പ്രത്യേകമായ പെരുമാറ്റ രീതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു വ്യക്തി പാലിക്കേണ്ട എന്നാണ്. അതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പാലിക്കുന്നതിന് വേണ്ടി, ഒരു സമൂഹത്തിലെ അംഗമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി, സമൂഹത്തിലെ ഈ ഒരു മൂല്യങ്ങളും മാനദണ്ഡങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്, സമൂഹത്തിലെ അംഗമായി ജീവിക്കുന്നതിന് വേണ്ടി സമൂഹം തൻ്റെ അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചത് എന്താണ്? സോഷ്യൽ കൺട്രോൾ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. അപ്പോൾ ഈ ഒരു സാമൂഹിക നിയന്ത്രണത്തിന് വിവിധ തരം മാർഗങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരം ഏജൻസികളുണ്ട്. അപ്പോൾ ഈ ഏജൻസികൾ ചിലത് ഫോർമലാണ്, മറ്റു ചിലത് ഇൻഫോർമലാണ്, ഔപചാരികമായിട്ടുള്ള ഏജൻസികളുണ്ട്. മറ്റു ചിലത് നോൺ ഇൻഫോർമൽ എന്ന് പറയുന്നത് അനൗപചാരികമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻഫോർമൽ ഏജൻസിയാണ്. ഏജൻസി അതായത് അനൗപചാരികമായിട്ട് നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് ഫാമിലി, റിലീജിയൻ അതായത് കുടുംബം, മതം, വിശ്വാസങ്ങൾ, അതേപോലെ കല, ഇതൊക്കെ പിന്നെ പൊതുജനാഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ, ഇതൊക്കെ എന്താണ്? ജനങ്ങളെ അനൗപചാരികമായിട്ട് നിയന്ത്രിക്കുന്നതിനുള്ള ഇൻഫോർമൽ ഏജൻസിയാണ്. സാമൂഹിക നിയന്ത്രണത്തിനുള്ള ഏജൻസികളാണ്. പിന്നെയുള്ളത് ഫോർമൽ കൺട്രോളാണ്. ഫോർമൽ ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോളാണ്. അപ്പോൾ അതിൽ ഫോർമലായിട്ട് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇതിനെ നിയന്ത്രിക്കുന്നത്. അതായത് ഒന്ന് പറയുന്നത് നിയമം മനുഷ്യരെ വളരെയധികം നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ? നിയമം ലംഘിക്കുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണ്. അത്തരം ഏജൻസികളെയാണ് എന്ത് പറയുന്നത്? ഫോർമൽ ഏജൻസി എന്ന് പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസം തെറ്റും ശരിയും തിരിച്ചറിയാൻ വിദ്യാഭ്യാസം വ്യക്തിയെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതേപോലെ അപ്പോൾ നിയമം, വിദ്യാഭ്യാസം, സമ്മർദ്ദം അല്ലെങ്കിൽ കൊയേഷൻ എന്ന് പറയും. അതായത് കൊയേഷൻ എന്ന് പറയുന്നത് ബലപ്രയോഗം. ഈ ബലപ്രയോഗം കൊണ്ടോ ഭീഷണിപ്പെടുത്തിയോ എന്താണ് ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തിയോ എന്താണ് വ്യക്തിയെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഫോർമൽ ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. ഫോർമലായിട്ടുള്ള ഏജൻസിയാണ്. നെക്സ്റ്റ് പറയുന്നത് 12th ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ കോൺസാങ്ഗ്യൂയിനസ് കിൻഷിപ്പ്. എന്താണ് ഈ കോൺസാങ്ഗ്യൂയിനസ് കിൻഷിപ്പ്? കോൺസാങ്ഗ്യൂയിൻ എന്ന് പറയുന്നത് രക്തബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബോണ്ട് ഓഫ് ബ്ലഡ് എന്ന് പറയും. അതായത് രക്തബന്ധത്തിലൂടെ രൂപപ്പെടുന്ന കിൻഷിപ്പിനെയാണ് കോൺസാങ്ഗ്യൂയിനസ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കിൻഷിപ്പിന് എന്താണ് വളരെ പ്രാഥമികമായിട്ടും സാർവത്രികമായിട്ടും കണക്കാക്കുന്ന ബന്ധുത്വമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? ഭാര്യ, ഭർത്താവ്, കുട്ടികൾ,
അച്ഛൻ, അമ്മ, പിന്നെ എന്താണ് സഹോദരങ്ങൾ, അച്ഛൻ്റെ സഹോദരങ്ങൾ, അച്ഛൻ്റെ സഹോദരൻ സഹോദരി, അച്ഛൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും കുട്ടികൾ, കസിൻസ് എന്ന് പറയും. അല്ലെങ്കിൽ അമ്മയുടെ സഹോദരൻ, അമ്മയുടെ സഹോദരി, അവരുടെ മക്കൾ. ഇതൊക്കെ എന്താണ്? രക്തബന്ധത്തിൽപ്പെട്ടവരാണ്. ഇതൊക്കെ എന്ത് നമുക്ക് പറയാം? കോൺസാൻഗ്യൂനസ് കിൻഷിപ്പ് ആണെന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാവനയാണ് അല്ലേ? അപ്പോൾ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഭാവന. അപ്പോൾ സമൂഹശാസ്ത്ര ഭാവന എന്ന് പറയും നമുക്ക്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് സോഷ്യോളജിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സി റൈറ്റ് മിൽ എന്ന ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, 1959 പബ്ലിഷ് ചെയ്തതാണ് ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ബുക്ക്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ കോൺസെപ്റ്റ്. അതായത് നമുക്ക് എല്ലാവർക്കും എന്താണ്? പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ്, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അതേപോലെ വിശാലമായിട്ടുള്ള ഒരു സൊസൈറ്റിയിലും എന്തുണ്ടായിരിക്കും? വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ, കാര്യങ്ങൾ ഒക്കെ, വിവിധ തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അത് പറയുന്നത്, ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് വ്യക്തിപരമായ അനുഭവങ്ങളും വിപുലമായ സമൂഹവും തമ്മിലുള്ള ബന്ധം കാണുവാനുള്ള കഴിവിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതായത് സ്വന്തം തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അതേപോലെ വിശാലമായിട്ടുള്ള സമൂഹത്തിൻ്റെയുമായിട്ടുള്ള ബന്ധവും, അതായത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കണക്കാക്കി അതിനെ കണക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതാം നമ്മൾ? വ്യക്തിപരമായ അനുഭവങ്ങളും വിപുലമായ സമൂഹവും തമ്മിലുള്ള ബന്ധം കാണുവാനുള്ള കഴിവിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഇഷ്യൂ ഒരു സൊസൈറ്റിയുടെ ഇഷ്യൂ ആയിട്ട് കാണാൻ, ആ ഒരു ഭാവനയിൽ കാണാനുള്ള കഴിവ്. അതൊരു എക്സാമ്പിൾ, ഈ എക്സാമ്പിളൊന്നും നിങ്ങളൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതി. എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു കുട്ടി ഒരു പരീക്ഷയിൽ തോറ്റുപോയി, ഫെയിലിയർ ഇൻ എക്സാമിനേഷൻ. അപ്പോൾ ഒരു കുട്ടി മാത്രം തോൽക്കുകയാണെങ്കിൽ അതെന്താണ്? അതൊരു പേഴ്സണൽ പ്രോബ്ലമാണ് അല്ലേ? വ്യക്തിപരമായ പ്രശ്നം മാത്രമാണ്. പക്ഷേ ആ ഒരു പ്രത്യേക എക്സാമിൽ ക്ലാസ്സിലുള്ള പകുതിയിലധികം കുട്ടികൾ തോൽക്കുകയാണെങ്കിലോ അത് ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു പക്ഷേ അത് വളരെ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അല്ലേ? അങ്ങനെ നമുക്ക് അതിനെ ആദ്യം ഒരു പേഴ്സണൽ പ്രശ്നമായിരുന്നതിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? എങ്ങനെ കാണുവാൻ സാധിക്കും? അതൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ തോൽവി എന്നത് മാറി മുഴുവൻ ക്ലാസ്സിൻ്റെ ഇഷ്യൂ ആയിട്ട് മാറി. ഇങ്ങനെ കാണുവാനുള്ളൊരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു 2 വാചകം, നിങ്ങൾ 3 വാചകം ഉണ്ട്, അത് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത്, ഡിഫൈൻ കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സ്. എന്താണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? സമുദായം അല്ലേ? സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് വികാരം. അപ്പോൾ കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ സാമുദായിക വികാരം എന്ന് പറയും. എന്താണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരു നിശ്ചിതമായ ഭൂപ്രദേശത്ത്, പ്രത്യേകമായിട്ടുള്ളൊരു ഭൂപ്രദേശം ആവശ്യമാണ് കമ്മ്യൂണിറ്റിക്ക്. പഠിച്ചത് ഓർമ്മയില്ല? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് അതായത് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമാണ് സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമുദായത്തിലെ അംഗങ്ങൾ തമ്മിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, വളരെ ഇഴയടുപ്പമുള്ള ബന്ധമുണ്ടായിരിക്കും. അതോടൊപ്പം നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ബോധത്തോടെ ജീവിക്കുന്നവരായിരിക്കും. ഈ ഒരു വികാരത്തെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ.
അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. അത് ബോർഡിൽ താഴേക്ക് എഴുതിയാൽ കാണില്ല. അപ്പം ഞാനെന്ത് വായിക്കാം. ഡിഫറൻഷിയേറ്റ് മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും തമ്മിൽ വേർതിരിച്ച് പറയുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിൻ്റെ വ്യത്യാസം പറയുക. എന്താണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്? നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും എന്താണ്, നമ്മൾ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും, അതേപോലെ നമ്മുടെ അറിവ്, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, കല, ഇതൊക്കെ എന്താണ്, സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലേ? അപ്പോൾ ഈ സംസ്കാരത്തിന് 2 ഘടകങ്ങളുണ്ട്. അതാണ് പറഞ്ഞത് മെറ്റീരിയൽ കൾച്ചർ, ഭൗതിക സംസ്കാരം. അടുത്തത് നോൺ മെറ്റീരിയൽ കൾച്ചർ, ഭൗതികേതര സംസ്കാരം എന്ന് പറയും. അപ്പം മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് ഭൗതികമല്ലേ? അപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും ഉൾപ്പെട്ടതാണ് ഭൗതിക സംസ്കാരം. അതായത് മനുഷ്യൻ്റെ കഴിവ് കൊണ്ട്, സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ മനുഷ്യനിർമ്മിതമായ എല്ലാ ഭൗതിക വസ്തുക്കളും ഉൾപ്പെടുന്നതാണ് മെറ്റീരിയൽ കൾച്ചർ അല്ലെങ്കിൽ ഭൗതിക സംസ്കാരം. അപ്പോൾ നമുക്കൊന്നുകൂടി അത് വിശദമാക്കിയിട്ട് പറയാം. നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും പറ്റുന്ന സംസ്കാരത്തിൻ്റെ ഘടകങ്ങളെയാണ് ഭൗതിക സംസ്കാരം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന സെൽഫോൺ, കമ്പ്യൂട്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന പെന്ന്, ടേബിള്, ചെയർ, ഇതൊക്കെ എന്താണ്, മനുഷ്യർ എന്തൊക്കെ നിർമ്മിച്ചിട്ടുണ്ടോ അതൊക്കെ ഭൗതിക സംസ്കാരമാണ്. ഇനി ഭൗതികേതര സംസ്കാരമുണ്ട്. അതായത് നമുക്ക് കാണുവാനും സ്പർശിക്കുവാനൊന്നും കഴിയാത്ത ചില ഘടകങ്ങൾ കൂടെ സംസ്കാരത്തിലുണ്ട്. എന്തൊക്കെയാണത്? വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ അല്ലേ? ഇവയൊക്കെ ഉണ്ട്. ഇവയൊന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇതൊരു അമൂർത്തമായിട്ടുള്ള സങ്കല്പങ്ങളാണ്. അപ്പോൾ ഈ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ, ഇവയൊക്കെ ചേർന്നതാണ് ഒരു സംസ്കാരത്തിൻ്റെ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭൗതികേതര സംസ്കാരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ്? എന്താണ് ഈ എലൈറ്റ്സ് എന്ന് പറയുന്നത്? വരേണ്യവർഗം അല്ലെങ്കിൽ ഭരണം നിർവഹിക്കുന്ന വർഗം, അതിനെയാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുക, അത് ഒരു സമൂഹത്തിൽ ഇങ്ങനെ എന്താണ് ചുറ്റിത്തിരിയുക, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്, തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുക, അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അല്ല, ഇതൊരു സിദ്ധാന്തമാണ്, തിയറിയാണ്. ഇറ്റാലിയൻ സോഷ്യോളജിസ്റ്റായ വിൽഫ്രെഡോ പെരാറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വികസിപ്പിച്ച സിദ്ധാന്തമാണ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നത്, കഴിവുള്ള ഒരു എലൈറ്റ് എന്ന് വെച്ചാൽ ഭരണം നല്ല രീതിയിൽ നിർവഹിക്കുവാൻ കഴിവുള്ള ഒരു വരേണ്യവർഗം അല്ലെങ്കിൽ എലൈറ്റ് മറ്റൊരു എലൈറ്റിന് പകരം വരുമ്പോഴാണ് സാമൂഹിക മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഒരു എലൈറ്റിന് പകരം ആരാണ് വരുന്നത്? മറ്റൊരു എലൈറ്റ് തന്നെയാണ് വരുന്നത്. അപ്പം സാമൂഹികം ഒന്ന് മാറി മറ്റൊന്ന് വരുമ്പം സാമൂഹിക മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എലൈറ്റുകളുടെ തുടർച്ചയായിട്ടുള്ള ഉയർച്ചയും താഴ്ചയും എന്താണ്? ഈ അധികാരത്തിലിരിക്കുന്ന ഈ ഒരു വർഗം താഴ്ന്നു പോകുമ്പോഴാണ് മറ്റൊരു എലൈറ്റ് കടന്നു വരുന്നത്. അപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ഈ എലൈറ്റ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള താഴ്ചയും ഉയർച്ചയും എന്താണ്? സമൂഹത്തിൻ്റെ സ്തംഭനാവസ്ഥയെ തടയുന്നുണ്ട്. അത് സമൂഹത്തിന് ചലനമില്ലാതെ സ്തംഭിച്ച് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നത് തടയുന്നുണ്ട്. അപ്പോൾ ഈ അധികാരം എങ്ങനെയാണ് സമൂഹത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്? എലൈറ്റ്സിൻ്റെ ഇടയിൽ തന്നെയാണ് സമൂഹത്തിലെ അധികാരം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് വിൽഫ്രെഡ് പെരാറ്റോ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് എന്ന സിദ്ധാന്തമായിട്ട് വികസിപ്പിച്ചത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനില്ലേ, അത്രയും എഴുതിയാൽ മതി.
നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ എൻഡോഗമി. എൻഡോഗമി, നേരത്തെ ഹൈപ്പോഗമി ഹൈപ്പർഗമി ഉണ്ട്. എൻഡോഗമി എന്താണ്? ഈ എൻഡോഗമി എക്സോഗമി എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മാരേജ് ആണല്ലേ. എൻഡോ വിത്തിൻ, ഉള്ളിൽ. എക്സോ, എക്സോ എന്ന് പറയുന്നത് എന്താണ്? പുറത്ത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിന്ന്, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിറ്റ് അടിക്കും അല്ലേ. എക്സിറ്റ്, എക്സോ എന്ന് ഓർത്ത് വെച്ചോളാം. പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ എക്സിറ്റ് അടിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സോ എന്ന് പറയുന്നത് പുറത്തേക്കാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉള്ളിലുള്ളതാണ്. അപ്പോൾ എൻഡോഗമി എന്ന് പറയുന്നത് സ്വന്തം ജാതി അല്ലെങ്കിൽ സ്വന്തം ഗണത്തിൽ ഉള്ളവരെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. ഇത് ഒരു വിവാഹത്തിൻ്റെ ഒരു നിയമം കൂടിയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് 18ാമത്തത് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിഫൈൻ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. നമ്മൾ നേരത്തെ പദവി പറഞ്ഞു അല്ലേ, സ്റ്റേറ്റസ് ആൻഡ് റൂളിൽ പറഞ്ഞു. എന്താണ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്? ഓരോ വ്യക്തിക്കും സാമൂഹിക ഘടനയിലുള്ള ഒരു സ്ഥാനത്തെയാണ്, സമൂഹത്തിലുള്ള ഒരു സ്ഥാനത്തെയാണ് പദവി എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്, അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്. എന്താണ് ഈ ആസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്? ആസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് ആരോപിത പദവി എന്ന് പറയും. അതായത് ഒരു വ്യക്തിക്ക് ജനനത്തിലൂടെ ലഭിക്കുന്ന പദവിയാണ് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആരോപിത പദവി. അപ്പോൾ ഈ ഒരു ആരോപിത പദവി എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റുവാൻ സാധിക്കില്ല. ഏത് പദവിയിലാണോ ജനിക്കുന്നത് മരണം വരെ ആ പദവിയിൽ തന്നെ തുടർന്നു പോകും മരണം വരെ. അപ്പോൾ ഇതിന് ഉദാഹരണം പറയുന്നത് ജെൻഡർ, അതായത് ലിംഗം, സ്ത്രീ പുരുഷൻ എന്നുള്ളത്. പിന്നെ ജാതി, അതും എന്താണ്? അതും ഒരു വ്യക്തിക്ക് ജനനത്തിലൂടെ ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതും ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിന് ഉദാഹരണങ്ങളാണ്. ഈ ഒരു ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഒരിക്കലും മാറ്റുവാൻ സാധ്യമല്ല. കാരണം അത് ജനനത്തിലൂടെ ലഭിക്കുന്ന ഒന്നാണ്, നമ്മൾ പ്രത്യേക കഴിവ് ഉപയോഗിച്ച് നേടുന്നതല്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്, ആർജിത പദവി. ആർജിത അല്ലെങ്കിൽ അച്ചീവ് നമ്മൾ നേടിയെടുക്കുന്ന പദവിയാണ്. അതായത് സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു വ്യക്തി നേടിയെടുക്കുന്ന പദവിയാണ് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്ന തൊഴിൽ നേടുന്നുണ്ട്. അപ്പോൾ എന്താണ്? ആ വ്യക്തിയുടെ പദവി ഉയരുന്നുണ്ട്. വിദ്യാഭ്യാസം നേടി ഉയർന്ന തൊഴിൽ നേടുന്ന ആ വ്യക്തിയുടെ പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഒരു സയൻറ്റിസ്റ്റ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവുന്നു, അത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്. പിന്നെ അതേപോലെ മാതൃത്വം, പിതൃത്വം, അച്ഛൻ അമ്മയൊക്കെ ആവുന്നതും എന്താണ്? അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇതാണ് ആസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അപ്പോൾ സെക്ഷൻ എ ആൻഡ് ബി കഴിഞ്ഞു. ഇനി സെക്ഷൻ സി ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാതെ, അല്ലെങ്കിൽ വീഡിയോ വളരെ ലോങ് ആയിപ്പോൾ. അതോടൊപ്പം പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാം. അതോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹൈ മാർക്സ് സ്കോർ ചെയ്യുന്നതിനുള്ള ഒരു ടിപ്സും കൂടി അതിനോടൊപ്പം പറയാം. ഓക്കെ, താങ്ക് യു.